പ്രിയ നിറഞ്ഞവരെ, ബൈബിൾ പഠന പാരായണത്തിൻ്റെ 60-ാം ദിനത്തിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ബൈബിൾ വിചിന്തനത്തിന് നമ്മൾ വിഷയമാക്കുന്നത് സംഖ്യയുടെ പുസ്തകം 10-ാം അധ്യായം, നിയമാവർത്തനം 9-ാം അധ്യായം, സങ്കീർത്തനം 10-ാം അധ്യായം എന്നീ അധ്യായങ്ങളാണ്. സംഖ്യയുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് കാഹളം നിർമ്മിക്കുന്നതിനെ പറ്റിയുള്ള വചനഭാഗമാണ്. വെള്ളി കൊണ്ട് അടിച്ചു പരത്തി 2 കാഹളങ്ങൾ ഉണ്ടാക്കണമെന്ന് ദൈവം മോശയോട് കൽപ്പിക്കുകയാണ്. മാത്രമല്ല, കാഹളം എപ്പോഴൊക്കെയാണ് മുഴക്കേണ്ടതെന്ന് വ്യക്തമായ നിർദ്ദേശം ഈ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. സമൂഹത്തെ വിളിച്ചു കൂട്ടുവാനും പാളയത്തിൽ നിന്ന് പുറപ്പെടുമ്പോഴും കാഹളങ്ങൾ മുഴക്കണം. അഹറോൻ്റെ പുത്രന്മാരാണ് കാഹളങ്ങൾ മുഴക്കേണ്ടത്. യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ കാഹളം മുഴക്കുന്നത് ദൈവം നമ്മെ ഓർക്കുവാനും അങ്ങനെ രക്ഷിക്കപ്പെടുവാനും ഇടയാക്കുമെന്ന് വചനം പറയുകയാണ്. ഉത്സവ ദിനങ്ങളിൽ, മാസാരംഭത്തിൽ, സന്തോഷ ദിവസങ്ങളിൽ സമാധാന ബലി അർപ്പിക്കുമ്പോൾ, ദഹനബലി അർപ്പിക്കുമ്പോൾ കാഹളങ്ങൾ മുഴക്കണം. അപ്പോൾ ദൈവം നിങ്ങളെ ഓർക്കും. നിറഞ്ഞവരെ, കാഹളങ്ങൾ മുഴക്കുന്നത് എപ്പോഴും ദൈവം നമ്മെ ഓർമ്മിക്കുന്നതിന് വേണ്ടിയാണെന്ന് വചനം നമ്മോട് പങ്കുവെക്കുമ്പോൾ, ഈ വചനഭാഗത്തു നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാവുന്ന മനോഹരമായ സന്ദേശം ഇതാണ്: പ്രാർത്ഥനയെ വേണമെങ്കിൽ നമുക്ക് കാഹളത്തോട് ഉപമിക്കാം. ഞാൻ പ്രാർത്ഥിക്കുവാനായി ദൈവസന്നിധിയിൽ എൻ്റെ മനസ്സും ഹൃദയം ഒരുക്കുമ്പോൾ, ഇതാ നമ്മെ ഓർത്ത് നമ്മെ അനുഗ്രഹിക്കുന്ന, സംരക്ഷിക്കുന്ന, കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ ശക്തമായ ഒരു സാന്നിധ്യവും സംരക്ഷണവും നമുക്ക് ലഭിക്കും. 10-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗത്ത് സീനായിൽ നിന്ന് പുറപ്പെടുന്ന 12 ഗോത്രങ്ങളെ കുറിച്ച് വിവരിക്കുന്നു. യാത്ര ചെയ്യുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു മേഘമായി പകൽ സമയം ഇസ്രായേൽ ജനതയുടെ കൂടെ ഉണ്ടായിരുന്നു. പേടകം പുറപ്പെട്ടപ്പോഴെല്ലാം മോശ പ്രാർത്ഥിച്ചു: കർത്താവേ, ഉണരുക, ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അങ്ങയെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ. പേടകം നിശ്ചലമായപ്പോഴെല്ലാം മോശ ഇങ്ങനെ പ്രാർത്ഥിച്ചു: കർത്താവേ, ഇസ്രായേലിൻ്റെ 10,000ങ്ങളിലേക്ക് അങ്ങ് മടങ്ങി വന്നാൽ. പ്രിയ നിറഞ്ഞവരെ, യാത്ര ചെയ്തപ്പോൾ സംരക്ഷണത്തിന് വേണ്ടിയും നിശ്ചലമായപ്പോൾ സാന്നിധ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന മോശയെ ഈ വചനഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുകയാണ്. നമ്മുടെ ജീവിതത്തിലുടനീളം പ്രാർത്ഥിക്കേണ്ട, ആഴമേറിയ ഒരു പ്രാർത്ഥന നടത്തേണ്ട സമയത്തെക്കുറിച്ച് ഇത് വ്യക്തമാക്കി തരികയാണ്. ജീവിതയാത്രയിൽ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, സ്വസ്ഥതയിൽ, ശാന്തതയിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഉള്ളിൽ അനുഭവിച്ച് ആത്മാവിൽ അഭിഷേകമുള്ളവരായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിയമാവർത്തനം 9-ാം അധ്യായത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് വളരെ മനോഹരമായി വിവരിക്കുന്നുണ്ട്. 9-ാം അധ്യായം ആദ്യ ഭാഗത്ത് വിജയം ദൈവത്തിൻ്റെ ദാനമാണെന്ന് മോശ ഇസ്രായേൽ ജനതയെ ഉദ്ബോധിപ്പിക്കുന്നു. ഇസ്രായേൽക്കാർക്ക് വിജയം ലഭിച്ചത് അവരുടെ നീതിയോ ഹൃദയ പരമാർത്ഥതയോ കൊണ്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ കാരുണ്യവും ആ മനുഷ്യരുടെ ദുഷ്ടതയ നിമിത്തമാണെന്ന് മോശ ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പം പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കർത്താവായി ദൈവം ചെയ്ത വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ടാണ് കർത്താവ് ജനത്തോട് വലിയ കാരുണ്യം കാണിച്ച് വിജയം നൽകിയതെന്ന് മോശ അടിവരയിട്ട് പറയുന്നു. ഈ നിറഞ്ഞവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ വിജയത്തിൻ്റെ അടിസ്ഥാനം ഒരിക്കലും നമ്മുടെ നീതിയോ നന്മയോ യോഗ്യതയോ ഒന്നുമല്ല, മറിച്ച് കർത്താവിൻ്റെ കാരുണ്യം ഒന്നു മാത്രമാണ് എന്ന് വളരെ വ്യക്തമായി വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. 9-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗത്താണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള വചനഭാഗങ്ങൾ നമ്മൾ കാണുന്നത്. ഇസ്രായേൽ ജനം ഒരു കർത്താവായി ദൈവത്തെ മാസായിലും തബേറായിലും കിബ്രോത്ത് ഹത്താവയിലും പ്രകോപിപ്പിച്ചപ്പോഴെല്ലാം മോശ 40 രാവും പകലും പ്രണമിച്ച് ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ പക്കൽ മാധ്യസ്ഥം വഹിച്ചപ്പോൾ
കർത്താവിൻ്റെ കോപം ശമിച്ചു. ജനം അവിശ്വസ്തരായിരുന്നിട്ട് പോലും മോശ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവരോട് കാരുണ്യം കാണിക്കുന്നു, തൻ്റെ കോപത്തെ പൂർണ്ണമായും അവിടുന്ന് ശമിപ്പിക്കുന്നു, അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നു. പ്രിയ നിറഞ്ഞവരെ, 50 നോയമ്പിൻ്റെ ഈ ദിനങ്ങളിൽ ഈശോ പുതിയ മോസസ് നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ദൈവത്തിനു മുമ്പാകെ മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് മരണമടഞ്ഞപ്പോൾ ഇതാ അവിടുത്തെ ആ ഒരു കാരുണ്യവും സ്നേഹവും നന്മയും സമാധാനവും അനുഗ്രഹവും നമുക്ക് രക്ഷയായി മാറി. ഈ 40 നോയമ്പിൻ്റെ ദിനങ്ങളിൽ ഉപവസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, അനുതാപത്തിലൂടെ നമ്മുടെ ജീവിതത്തെ നയിച്ചുകൊണ്ട് കർത്താവിൻ്റെ രക്ഷയെ നമുക്ക് അനുസ്മരിക്കാം. ഈ ജനത്തിൻ്റെ ദുശാഠ്യവും തിന്മയും പാപങ്ങളും കർത്താവെ ഓർക്കരുതേ എന്ന് പറഞ്ഞാണ് മോശ 40 പകലും 40 രാവും ഉപവസിച്ച് പ്രാർത്ഥിച്ചത്. അതുപോലെ ഈ നൊയമ്പിൻ്റെ ദിനങ്ങളിൽ ദുശാഠ്യങ്ങളും പാപവും തിന്മകളുമെല്ലാം ഉപേക്ഷിച്ച് സുഹൃതങ്ങൾ സ്വന്തമാക്കുവാനും കൃപ സ്വന്തമാക്കുവാനുമുള്ള ദിനങ്ങളാക്കി നമുക്ക് ഈ ദിനങ്ങളെ മാറ്റാം. 10-ാം സങ്കീർത്തനത്തിൽ നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. നിസ്സഹായൻ തന്നെ പൂർണ്ണമായും കർത്താവിന് സമർപ്പിക്കുമ്പോൾ കർത്താവ് അവൻ്റെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും വേദനകളും കാണുകയും കർത്താവ് അവ ഏറ്റെടുക്കുകയും ചെയ്യുന്നുവെന്ന് സങ്കീർത്തകൻ വിവരിക്കുന്നു. കർത്താവ് എളിയവരുടെ അഭിലാഷം നിറവേറ്റുകയും ഹൃദയത്തിന് ധൈര്യം പകർന്നു കൊടുക്കുകയും പീഡിതർക്കും അനാഥർക്കും നീതി നടത്തി കൊടുക്കുകയും ചെയ്യുമെന്ന് സങ്കീർത്തകൻ ഈ തിരുവചനങ്ങളിലൂടെ പ്രത്യാശിക്കുകയാണ്. നിറഞ്ഞവരെ, ഇന്നത്തെ ഈ ബൈബിൾ പഠന പാരായണത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ 2-3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ധ്യാനിക്കുക. ഒന്നാമത്, നമ്മൾ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാനുള്ളവരാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യർക്ക് വേണ്ടിയൊക്കെ മധ്യസ്ഥ പ്രാർത്ഥനകൾ നമുക്ക് നടത്താൻ കടപ്പാടുണ്ട്. വി നീഡ് ഈച്ച് അതർ, സോ വി ഹാവ് ടു പ്രേ ഫോർ ഈച്ച് അതർ. നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ്റെ കാരുണ്യമാണ് എല്ലാ വിജയങ്ങളുടെയും നന്മകളുടെയും അടിസ്ഥാനമെന്ന് ഉള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈ വചനം നൽകുന്നുണ്ട്. നീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ നിസ്സഹായ അവസ്ഥയിൽ പൂർണ്ണമായും നമ്മെ തന്നെ കർത്താവിന് സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം ദൈവം അനുഗ്രഹങ്ങൾ കൊണ്ട്, കൃപകൾ കൊണ്ട് സമ്പന്നമാക്കുന്നു. കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായും അർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ നയിക്കുക. അധ്യായം 10. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, അടിച്ചു പരത്തിയ വെള്ളി കൊണ്ട് 2 കാഹളം നിർമ്മിക്കുക. സമൂഹത്തെ വിളിച്ചുകൂട്ടാനും പാളയത്തിൽ നിന്ന് പുറപ്പെടാനും അവ മുഴക്കണം. അവ രണ്ടും ഒന്നിച്ചു മുഴക്കുമ്പോൾ സമൂഹം മുഴുവനും സമാഗമ കൂടാരവാതിൽക്കൽ നിന്റെ മുൻപിൽ സമ്മേളിക്കണം. ഒരു കാഹളം മാത്രം ഊതിയാൽ ഇസ്രായേലിലെ ഗോത്രത്തലവന്മാരായ നായകന്മാർ മാത്രം നിന്റെ മുമ്പിൽ ഒന്നിച്ചുകൂടണം. സന്നാഹത്തിനുള്ള ആദ്യ കാഹളം മുഴങ്ങുമ്പോൾ കിഴക്കുവശത്തുള്ള പാളയങ്ങൾ പുറപ്പെടണം. അത് 2-ാം പ്രാവശ്യം മുഴങ്ങുമ്പോൾ തെക്കുവശത്തുള്ള പാളയങ്ങൾ പുറപ്പെടണം. യാത്ര പുറപ്പെടേണ്ടപ്പോഴൊക്കെ സന്നാഹധ്വനി ഉയർത്തണം. സമൂഹം ഒന്നിച്ചുകൂടാൻ കാഹളമൂതുമ്പോൾ സന്നാഹധ്വനി മുഴക്കരുത്. അഹറോന്റെ പുത്രന്മാരാണ് കാഹളം മുഴക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് തലമുറ തോറും എന്നേക്കുമുള്ള നിയമമായിരിക്കും. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരിക്കുന്ന ശത്രുവിനെതിരെ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഓർക്കുന്നതിനും ശത്രുവിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നതിനും കാഹളങ്ങൾ സന്നാഹധ്വനി മുഴക്കണം. നിങ്ങളുടെ സന്തോഷത്തിന്റെ ദിനങ്ങളിലും നിർദ്ദിഷ്ടമായ ഉത്സവങ്ങളിലും മാസാരംഭങ്ങളിലും ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കുമ്പോഴും കാഹളമൂതണം. അപ്പോൾ നിങ്ങളുടെ ദൈവം നിങ്ങളെ ഓർമ്മിക്കും. ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ്. 2-ാം വർഷം 2-ാം മാസം 20-ാം ദിവസം സാക്ഷ്യകൂടാരത്തിന് മുകളിൽ നിന്ന് മേഘമുയർന്നു. അപ്പോൾ ഇസ്രായേൽ ജനം ഗണങ്ങളായി സീനായി മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. മേഘം പാരാൻ മരുഭൂമിയിൽ ചെന്നു നിന്നു. മോശ വഴി കർത്താവ് നൽകിയ കൽപ്പനയനുസരിച്ച് അവർ ആദ്യമായി യാത്ര പുറപ്പെട്ടു. യൂദാഗോത്രം ഗണങ്ങളായി പതാകയുമേന്തി ആദ്യം പുറപ്പെട്ടു.
അമ്മീനാദാബിന്റെ മകൻ നഹ്ഷോനായിരുന്നു അവരുടെ നായകൻ. ഇസാഖർ ഗോത്രത്തിന്റെ മുമ്പിൽ നടന്നത് സുവാറിന്റെ മകൻ നെത്തനേലാണ്. സെബുലൂൺ ഗോത്രത്തെ നയിച്ചത് ഹേലോനിന്റെ പുത്രൻ എലിയാബ് ആകുന്നു. കൂടാരം അഴിച്ചിറക്കിയപ്പോൾ ഗർഷോന്റെയും മെറാറിയുടെയും പുത്രന്മാർ അത് വഹിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനന്തരം റൂബൻ ഗോത്രം ഗണങ്ങളായി പതാകയേന്തി പുറപ്പെട്ടു. ഷെദയൂറിന്റെ മകൻ എലിസൂർ അവരുടെ മുമ്പിൽ നടന്നു. ശിമയോൻ ഗോത്രത്തിന് മുമ്പിൽ നടന്നത് സുരിഷദ്ദായിയുടെ മകൻ ഷെലുമിയേലാണ്. ഗാദ് ഗോത്രത്തെ നയിച്ചത് റവുവേലിന്റെ മകൻ എലിയാസാഫ് അത്രേ. അതിനുശേഷം വിശുദ്ധ വസ്തുക്കൾ വഹിച്ചുകൊണ്ട് കൊഹാത്തിന്റെ പുത്രന്മാർ പുറപ്പെട്ടു. അവർ എത്തുന്നതിന് മുമ്പ് സാക്ഷ്യകൂടാരം സ്ഥാപിക്കപ്പെട്ടു. തുടർന്ന് എഫ്രായിം ഗോത്രം ഗണങ്ങളായി പതാകയേന്തി പുറപ്പെട്ടു. അവരുടെ നായകൻ അമ്മിഹൂദിന്റെ മകൻ എലിഷാമ ആയിരുന്നു. മനാസെ ഗോത്രത്തിന്റെ മുമ്പിൽ നടന്നത് പെദാഹസൂറിന്റെ മകൻ ഗമാലിയലാണ്. ബെഞ്ചമിൻ ഗോത്രത്തെ നയിച്ചത് ഗിദയോനിയുടെ മകൻ അബിദാൻ. ദാൻ ഗോത്രം അണികളായി പതാകയേന്തി എല്ലാ സംഘങ്ങളുടെയും പിൻനിരയായി പുറപ്പെട്ടു. അമ്മിഷദ്ദായുടെ മകൻ അഹിയേസർ അവരുടെ മുമ്പിൽ നടന്നു. ആഷേർ ഗോത്രത്തിന് മുമ്പിൽ നടന്നത് ഒക്രാന്റെ മകൻ പഗിയേൽ ആണ്. നഫ്താലി ഗോത്രത്തെ നയിച്ചത് ഏനാന്റെ മകൻ അഹീറ. അണികളായി യാത്ര പുറപ്പെട്ടപ്പോൾ ഇസ്രായേൽ ഈ ക്രമത്തിലാണ് നീങ്ങിയിരുന്നത്. തന്റെ അമ്മായിയപ്പനായ മിദിയാൻകാരൻ റവുവേലിന്റെ മകൻ ഹോബാബിനോട് മോശ പറഞ്ഞു, കർത്താവ് ഞങ്ങൾക്ക് നൽകുമെന്ന് അരുളി ചെയ്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പുറപ്പെടുകയാണ്. ഞങ്ങളുടെ കൂടെ വരിക, നിനക്ക് നന്മയുണ്ടാകും. കാരണം കർത്താവ് ഇസ്രായേലിന് നന്മ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല. എൻ്റെ ദേശത്തേക്കും ബന്ധുക്കളുടെ അടുത്തേക്കും ഞാൻ മടങ്ങിപ്പോകുന്നു. അപ്പോൾ മോശ പറഞ്ഞു, ഞങ്ങളെ വിട്ടുപോകരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കാരണം മരുഭൂമിയിൽ പാളയമടിക്കേണ്ടതെങ്ങനെയെന്ന് നിനക്കറിയാം. നീ ഞങ്ങൾക്ക് മാർഗദർശിയായിരിക്കും. നീ ഞങ്ങളോടുകൂടെ വരികയാണെങ്കിൽ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന സമൃദ്ധിയിൽ നിനക്ക് പങ്ക് ലഭിക്കും. അവർ കർത്താവിന്റെ പർവ്വതത്തിൽ നിന്ന് പുറപ്പെട്ട് 3 ദിവസം യാത്ര ചെയ്തു. അവർക്ക് ഒരു വിശ്രമസ്ഥലം ആരാഞ്ഞുകൊണ്ട് കർത്താവിന്റെ വാഗ്ദാന പേടകം അവരുടെ മുമ്പിൽ പോയിരുന്നു. അവർ പാളയത്തിൽ നിന്ന് പുറപ്പെട്ട് യാത്ര ചെയ്തപ്പോഴെല്ലാം കർത്താവിന്റെ മേഘം പകൽ സമയം അവർക്ക് മീതെയുണ്ടായിരുന്നു. പേടകം പുറപ്പെട്ടപ്പോഴെല്ലാം മോശ പ്രാർത്ഥിച്ചു, കർത്താവേ, ഉണരുക. അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ. അങ്ങയെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ. പേടകം നിശ്ചലമായപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവേ, അവിടുന്ന് ഇസ്രായേലിന്റെ 10,000ങ്ങളിലേക്ക് തിരിച്ചു വന്നാലും. അധ്യായം 9. ഇസ്രായേലെ കേട്ടാലും, നിങ്ങളിന്ന് ജോർദാൻ കടന്ന് നിങ്ങളെക്കാൾ വലുതും ശക്തവുമായ ജനതകളെയും ആകാശത്തോളം ഉയർന്ന കോട്ടകളാൽ വലയം ചെയ്യപ്പെട്ട വിശാലമായ പട്ടണങ്ങളെയും കൈവശപ്പെടുത്താൻ പോവുകയാണ്. ഉയരമേറിയവരും വലിയവരുമായ ആ ജനതകൾ നിങ്ങളറിയുന്ന അനാക്യമുകളാണ്. അനാക്യമിൻ്റെ മക്കളുടെ മുൻപിൽ നിൽക്കാൻ ആർക്ക് കഴിയുമെന്ന് ആരെപ്പറ്റി നിങ്ങൾ പറഞ്ഞു കേട്ടിരുന്നുവോ? അവരാണിത്. നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദഹിപ്പിക്കുന്ന അഗ്നിയായി നിങ്ങളുടെ മുൻപിൽ പോകുന്നതെന്ന് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവരെ പുറത്താക്കുകയും നശിപ്പിക്കുകയും ചെയ്യാൻ നിങ്ങൾ മുന്നേറുമ്പോൾ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ അവരെ തോൽപ്പിക്കുകയും നിശ്ശേഷം നശിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കം ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ നീതി നിമിത്തമാണ് കർത്താവ് ഈ സ്ഥലം അവകാശമാക്കാൻ എന്നെ കൊണ്ടുവന്നതെന്ന് നിങ്ങൾ ഹൃദയത്തിൽ പറയരുത്. ഈ ജനതകളുടെ ദുഷ്ടത നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയുന്നത്. നിങ്ങളുടെ നീതിയോ ഹൃദയപരമാർത്ഥതയോ നിമിത്തമല്ല നിങ്ങൾ അവരുടെ രാജ്യം കൈവശമാക്കാൻ പോകുന്നത്. ആ ജനതകളുടെ ദുഷ്ടത നിമിത്തവും നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരോട് കർത്താവ് ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്നതിനും വേണ്ടിയാണ്
അവരെ അവിടുന്ന് നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയുന്നത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ നീതി നിമിത്തമല്ല ഈ നല്ല ദേശം നിങ്ങൾക്ക് അവകാശമായി തരുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. എന്തെന്നാൽ നിങ്ങൾ ദുശാഠ്യക്കാരായ ജനമാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കോപിപ്പിച്ചതെങ്ങനെയെന്ന് ഓർമ്മിക്കുവിൻ. അത് മറക്കരുത്. ഈജിപ്ത് ദേശത്തു നിന്ന് പുറത്തു വന്ന ദിവസം മുതൽ ഇവിടെ എത്തുന്നതുവരെ നിങ്ങൾ കർത്താവിനെതിരായി മത്സരിക്കുകയായിരുന്നു. ഹോറബിൽ വെച്ച് പോലും നിങ്ങൾ കർത്താവിനെ പ്രകോപിപ്പിച്ചു. നിങ്ങളെ നശിപ്പിക്കാൻ തക്കവണ്ണം അവിടുന്ന് കോപാകുലനായിരുന്നു. കർത്താവ് നിങ്ങളുമായി നടത്തിയ ഉടമ്പടിയുടെ കൽപ്പലകകൾ വാങ്ങാനായി മലമുകളിൽ കയറി തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഞാൻ 40 പകലും 40 രാവും അവിടെ ചെലവഴിച്ചു. കർത്താവ് തൻ്റെ കൈവിരൽ കൊണ്ടെഴുതിയ 2 കൽപ്പലകകൾ എനിക്ക് തന്നു. ജനത്തെയെല്ലാം ഒരുമിച്ച് കൂട്ടിയ ദിവസം മലയിൽ വെച്ച് അഗ്നിയുടെ മധ്യേ നിന്ന് അവിടുന്ന് നിങ്ങളോട് അരുളി ചെയ്ത സകല വാക്കുകളും അതിലെഴുതപ്പെട്ടിരുന്നു. 40 പകലും 40 രാവും കഴിഞ്ഞപ്പോൾ ഉടമ്പടിയുടെ ആ 2 കൽപ്പലകകൾ കർത്താവ് എനിക്ക് തന്നു. അവിടുന്ന് എന്നോട് പറഞ്ഞു, എഴുന്നേറ്റ് അതിവേഗം താഴേക്ക് പോകുക. എന്തെന്നാൽ നീ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു. ഞാൻ കൽപ്പിച്ച വഴിയിൽ നിന്ന് അവർ പെട്ടെന്ന് വ്യതിചലിച്ചു. അവർ തങ്ങൾക്കു വേണ്ടി ഒരു വിഗ്രഹം വാർത്തിരിക്കുന്നു. കർത്താവ് വീണ്ടും എന്നോട് പറഞ്ഞു, ഞാൻ ഈ ജനത്തെ കാണുന്നു, ദുശാഠ്യക്കാരായ ഒരു ജനം. അവരെ നശിപ്പിച്ച് ആകാശത്തിൻ കീഴിൽ നിന്ന് അവരുടെ പേര് പോലും ഞാൻ നിർമാർജനം ചെയ്യാൻ പോകുന്നു. എന്നെ തടയരുത്. അവരെക്കാൾ ശക്തവും വലുതുമായ ഒരു ജനത്തെ നിന്നിൽ നിന്ന് ഞാൻ പുറപ്പെടുവിക്കും. ഞാൻ മലമുകളിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അപ്പോഴും മല കത്തിയെരിയുകയായിരുന്നു. ഉടമ്പടിയുടെ 2 പലകകൾ എൻ്റെ കൈകളിലുണ്ടായിരുന്നു. കാളക്കുട്ടിയുടെ വിഗ്രഹം വാർത്ത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്തിരിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. കർത്താവ് നിങ്ങളോട് കൽപ്പിച്ച വഴിയിൽ നിന്ന് നിങ്ങൾ ക്ഷണത്തിൽ അകന്നു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ 2 പലകകളും വലിച്ചെറിഞ്ഞു. നിങ്ങളുടെ കൺമുൻപിൽ വെച്ച് അവ ഉടച്ചു കളഞ്ഞു. അനന്തരം മുൻപിലെത്തേതുപോലെ 40 പകലും 40 രാവും ഞാൻ കർത്താവിൻ്റെ മുൻപിൽ പ്രണമിച്ചു കിടന്നു. നിങ്ങൾ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച് പാപം ചെയ്ത് അവിടത്തെ കുപിതനാക്കിയതിനാൽ ഞാൻ തിന്നുകയോ കുടിക്കുകയോ ചെയ്തില്ല. എന്തെന്നാൽ നിങ്ങളെ നിശേഷം നശിപ്പിക്കത്തക്ക വിധത്തിൽ നിങ്ങൾക്കെതിരെ തീവ്രമായ കോപത്താൽ കർത്താവ് ജ്വലിക്കുകയായിരുന്നു. അതിനാൽ എനിക്ക് ഭയമായിരുന്നു. എന്നിട്ടും കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു. അഹറോനോടും കർത്താവ് കോപിച്ചു. അവനെ നശിപ്പിക്കാൻ അവിടെ നൊരുങ്ങി. അവനു വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചു. ആ നികൃഷ്ട വസ്തുവിനെ, നിങ്ങൾ നിർമ്മിച്ച കാളക്കുട്ടിയെ ഞാൻ അഗ്നിയിൽ ദഹിപ്പിച്ചു. ഞാനത് തച്ചുടച്ച് ചെറിയ കഷണങ്ങളാക്കി വീണ്ടും പൊടിച്ച് ധൂളിയാക്കി മലയിൽ നിന്നൊഴുകി വരുന്ന അരുവിയിൽ ഒഴുക്കിക്കളഞ്ഞു. തബേറായിലും മാസായിലും കിബ്രോത്ത് ഹത്താവയിലും വെച്ച് നിങ്ങൾ കർത്താവിനെ പ്രകോപിപ്പിച്ചു. ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം പോയി കൈവശമാക്കിക്കൊള്ളുവിൻ എന്നു പറഞ്ഞ് കർത്താവ് നിങ്ങളെ കാദഷ് ബർണയായിൽ നിന്ന് അയച്ചപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന നിങ്ങൾ ധിക്കരിച്ചു. അവിടുത്തെ നിങ്ങൾ വിശ്വസിച്ചില്ല, അനുസരിച്ചുമില്ല. ഞാൻ നിങ്ങളെ അറിയാൻ തുടങ്ങിയതു മുതൽ നിങ്ങൾ കർത്താവിനെ അനുസരിക്കാത്ത ധിക്കാരികളാണ്. അതുകൊണ്ട് ആ 40 രാവും പകലും ഞാൻ കർത്താവിൻ്റെ മുൻപിൽ പ്രണമിച്ചു കിടന്നു. എന്തെന്നാൽ നിങ്ങളെ നശിപ്പിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തിരുന്നു. ഞാൻ കർത്താവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: ദൈവമായ കർത്താവേ, അങ്ങയുടെ മഹത്വത്താൽ അങ്ങ് രക്ഷിച്ച് അവിടുത്തെ ശക്തമായ കരത്താൽ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തെയും അവകാശത്തെയും നശിപ്പിക്കരുതേ. അങ്ങയുടെ ദാസന്മാരായ അബ്രാഹത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ഓർക്കണമേ. ഈ ജനത്തിൻ്റെ ദുശാഠ്യവും തിന്മയും പാപവും കണക്കിലെടുക്കരുതേ. അല്ലാത്ത പക്ഷം
ഞങ്ങളെ എവിടെ നിന്ന് കൊണ്ടുപോന്നുവോ ആ ദേശത്തുള്ളവർ പറയും, കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശത്ത് അവരെ എത്തിക്കാൻ അവന് കഴിവില്ലാത്തതുകൊണ്ടും അവരെ വെറുത്തതുകൊണ്ടും മരുഭൂമിയിൽ വെച്ച് കൊല്ലാൻ വേണ്ടിയാണ് അവരെ ഇവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോയതെന്ന്. എന്നാലും അങ്ങ് കരം നീട്ടി ശക്തി പ്രകടിപ്പിച്ച് കൊണ്ടുവന്ന അങ്ങയുടെ ജനവും അവകാശവുമാണല്ലോ അവർ. ദൈവനിഷേധവും മനുഷ്യാവകാശ ലംഘനവും ഒരേ നാണയത്തിന്റെ രണ്ട് മുഖങ്ങളാണെന്ന സത്യം വ്യക്തമായി പ്രതിപാദിക്കുകയാണ് 10-ാം സങ്കീർത്തന കർത്താവ്. കർത്താവ് എന്നേക്കും രാജാവാണെന്ന പ്രസ്താവനയോടെ ദുഷ്ടന്റെ ഗർവിനും അതിക്രമങ്ങൾക്കും മനക്കോട്ടകൾക്കും വീറ്റോ പ്രഖ്യാപിക്കുകയാണ് സങ്കീർത്തകൻ. കർത്താവേ, എന്തുകൊണ്ടാണ് അവിടുന്നകന്നു നിൽക്കുന്നത്? ഞങ്ങളുടെ കഷ്ടകാലത്ത് അവിടുന്ന് മറഞ്ഞിരിക്കുന്നതെന്ത്? ദുഷ്ട ഗർവോടെ പാവങ്ങളെ പിന്തുടർന്നു പീഡിപ്പിക്കുന്നു. അവർ വച്ച കെണിയിൽ അവർ തന്നെ വീഴട്ടെ. ദുഷ്ടൻ തൻ്റെ ദുരാഗ്രഹങ്ങളെ കുറിച്ച് വൻപു പറയുന്നു. അത്യാഗ്രഹി കർത്താവിനെ ശപിച്ചു തള്ളുന്നു. ദുഷ്ടൻ തൻ്റെ അഹങ്കാരത്തള്ളല അവിടുത്തെ അന്വേഷിക്കുന്നില്ല. ദൈവമില്ല എന്നാണ് അവൻ്റെ വിചാരം. അവൻ്റെ മാർഗങ്ങൾ എപ്പോഴും വിജയിക്കുന്നു. അവിടുത്തെ ന്യായവിധി അവന് കണ്ണെത്താത്ത വിധം ഉയരത്തിലാണ്. അവൻ തൻ്റെ ശത്രുക്കളെ പുച്ഛിച്ചു തള്ളുന്നു. ഞാൻ കുലുങ്ങുകയില്ല, ഒരു കാലത്തും എനിക്ക് അനർത്ഥം ഉണ്ടാവുകയില്ലെന്ന് അവൻ ചിന്തിക്കുന്നു. അവൻ്റെ ശാപവും വഞ്ചനയും ഭീഷണിയും കൊണ്ടു നിറഞ്ഞിരിക്കുന്നു. അവൻ്റെ നാവിനടിയിൽ ദ്രോഹവും അധർമ്മവും കുടികൊള്ളുന്നു. അവൻ ഗ്രാമങ്ങളിൽ പതിയിരിക്കുന്നു. ഒളിച്ചിരുന്ന് അവൻ നിർദോഷികളെ
നിർദോഷരെ കൊല ചെയ്യുന്നു. അവന്റെ കണ്ണുകൾ നിസ്സഹായരെ ഗൂഢമായി തിരയുന്നു. പാവങ്ങളെ പിടിക്കാൻ അവൻ സിംഹത്തെ പോലെ പതിയിരിക്കുന്നു. പാവങ്ങളെ വലയിൽ കുടുക്കി അവൻ പിടിയിലമർത്തുന്നു. നിസ്സഹായൻ ഞെരിഞ്ഞമർന്നു പോകുന്നു. ദുഷ്ടന്റെ ശക്തിയാ അവൻ നിലം പതിക്കുന്നു. ദൈവം മറന്നിരിക്കുന്നു. അവിടുന്ന് മുഖം മറച്ചിരിക്കുകയാണ്. അവിടുന്ന് ഒരിക്കലും ഇത് കാണുകയില്ല എന്ന് ദുഷ്ടൻ വിചാരിക്കുന്നു. കർത്താവേ, ഉണരണമേ. ദൈവമേ, അവിടുന്ന് കരമുയർത്തണമേ. പീഡിതരെ മറക്കരുതേ. ദുഷ്ടൻ ദൈവത്തെ നിഷേധിക്കുന്നതും അവിടുന്ന് കണക്ക് ചോദിക്കുകയില്ലെന്ന് ഹൃദയത്തിൽ മന്ത്രിക്കുന്നതും എന്തുകൊണ്ട്? അങ്ങ് കാണുന്നുണ്ട്. കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്. അങ്ങ് അവ ഏറ്റെടുക്കും. നിസ്സഹായൻ തന്നെ തന്നെ അങ്ങേക്കു സമർപ്പിക്കുന്നു. അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ. ദുഷ്ടന്റെയും അധർമ്മിയുടെയും ഭുജം തകർക്കണമേ. ദുഷ്ടതയ്ക്ക് അറുതി വരുന്നതുവരെ അതു തിരഞ്ഞു നശിപ്പിക്കണമേ. കർത്താവ് എന്നേക്കും രാജാവാണ്. ജനതകൾ അവിടുത്തെ ദേശത്തു നിന്ന് അറ്റുപോകും. കർത്താവേ, എളിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും. അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും. അവിടുന്ന് അവർക്ക് ചെവി കൊടുക്കും. അനാഥർക്കും പീഡിതർക്കും അങ്ങു നീതി നടത്തിക്കൊടുക്കും. മണ്ണിൽ നിന്ന്
മനുഷ്യൻ ഇനിമേ അവരെ ഭീഷണിപ്പെടുത്തുകയില്ല.